നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വിച്ചുവനെ അതാരാ നോക്കി? വാടാ വാടാ വിച്ചൂട്ടാ, വിച്ചൂട്ടാ, മുത്തശ്ശൻ നിനക്കൊന്നും കൊണ്ടുവന്നില്ലോടാ. ഒന്നും വേണ്ടെന്ന് പറയടാ വിച്ചൂട്ടാ. മുത്തശ്ശൻ എന്നും വരുമ്പോ കൊണ്ടുവരുന്നല്ലേ മോനെ? മോനെ, കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ വിഷമവും വേവലാതി ഒന്നും അറിയില്ലല്ലോ ഇന്ദ്ര. സ്നേഹമുള്ളവർ വരുന്നത് കാണുമ്പോ അവരെന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും, അല്ലോടാ മോനെ? മുത്തച്ഛന് വരുമ്പോ മോന് കൊറേ ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അച്ഛനകത്തേക്ക് വാ. അനു ശ്യാമമോളെ കുളിപ്പിക്കുക. നമുക്ക് ഇവിടെ ഇരിക്കാൻ തരാ. അനു അവളുടെ ജോലി കഴിഞ്ഞിട്ട് വരട്ടെ. ശരി. മോനൂട്ടാ, മോൻ പോയി അമ്മയോട് മുത്തച്ഛൻ വന്നിട്ടുണ്ടെന്ന് പറയൂ. പറയോ? മോൻ പറയോ? എന്നാ പോയി പറഞ്ഞിട്ടോ. ചെല്ല്. അപ്പൊ അതൊക്കെ പോണേ മോനെ. നമുക്ക് ഇങ്ങോട്ട് ഇരിക്കാം അച്ഛൻ. ആയിക്കോട്ടെ. ഇന്നലെ രാത്രി ശ്യാം വന്നെന്ന് അനു വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു. അവനോടെ ഉണ്ടോ? ഇല്ല അച്ഛാ, ശ്യാമ രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ എല്ലാവർക്കും ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുക്കണമല്ലോ. ഇവിടെ നിന്നും കൊടുത്തു വിട്ടില്ലേ? അനു ചോദിച്ചപ്പോ ഒന്നും വേണ്ടെന്നാ ശ്യാം പറഞ്ഞത്. ചിലപ്പോ ഇവിടെ നിന്ന് ഉണ്ടാക്കിയത് അവരാരും കഴിച്ചില്ലെങ്കിലോ? അപ്പൊ ആ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ അല്ലേ? ആണെന്ന് തോന്നുന്നു. ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയില്ല. ആരും ഞങ്ങളെ വിളിച്ചൊന്നും അന്വേഷിച്ചില്ല. ഇന്നെല്ലാവരും ഡിസ്ചാർജ് ആയി ഇങ്ങോട്ട് വരും. അപ്പോഴറിയാം ഓരോരുത്തരുടെയും നിലപാടെന്താണെന്ന്. അച്ഛാ, ശ്യാമോളെ കുളിപ്പിച്ചു കഴിഞ്ഞു മോളെ? അവളെവിടെ? മോളിനി കുറച്ചു നേരം ഇരുന്ന് കളിച്ചോളൂ അച്ഛാ. വിച്ചുമോനും ഉണ്ടല്ലോ. അച്ഛൻ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഇപ്പൊ ഒന്നും വേണ്ട മോളെ, നീ അങ്ങോട്ടിരിക്കും. ഇനി എന്താ നിങ്ങളുടെ പ്ലാൻ? പോലീസ് കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനെ നേരിടാൻ എന്തെങ്കിലും മുൻകരുതലുകൾ എടുക്കണ്ടേ? നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് കരുതി ചുമ്മാ ഇരിക്കരുത്. നിരപരാധികൾ ശിക്ഷിക്കപ്പെടുകയും കുറ്റം ചെയ്തവരൊക്കെ വിലസ് നടക്കുകയും ചെയ്യുന്ന കാലഘട്ടം. അമ്മയും സത്യനും ഒക്കെ ഹോസ്പിറ്റലിൽ നിന്ന് വരട്ടെ അച്ഛാ. നമുക്ക് അവരുടെ ആറ്റിറ്റ്യൂഡ് കൂടെ അറിഞ്ഞിട്ട് വേണ്ടത് ചെയ്യാം. ഇന്നല്ലേ നോമിനേഷൻ കൊടുക്കേണ്ട ദിവസം? പാർട്ടിക്കാര് പിന്നീട് വിളിച്ചൊന്നുമില്ലല്ലോ. അത് ഇന്നലെ പ്രസിഡന്റുമായിട്ട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് സംസാരിച്ചു അച്ഛാ. സ്ഥാനാർത്ഥിയുടെ പേരിൽ കേസ് വരുമെന്നുള്ള ടെൻഷൻ അവർക്കും ഉണ്ട്. മേൽഘടകത്തിൽ ചർച്ച ചെയ്ത് ഇന്നൊരു തീരുമാനം അറിയിക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. പ്രസിഡന്റിന്റെ വണ്ടിയാ. അവര് തീരുമാനം അറിയിക്കാൻ വരിക.
വരൂ വരൂ. നമസ്കാരം. കയറിയിരിക്കാം. വേണ്ട ഇല്ല, ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ് നോമിനേഷൻ കൊടുക്കാനുള്ള സമയം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അനുപമയുടെ അച്ഛനാണല്ലേ? അതെ. നമസ്കാരം മാഷേ. നമസ്കാരം. അനന്തം മാഷിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ കാണുന്നത് ആദ്യമായിട്ടാ. മാഷിനെ പോലെയുള്ളവരെയൊക്കെ പ്രചരണത്തിന് ഇറക്കി വമ്പൻ ഭൂരിപക്ഷത്തോടെ തന്നെ അനുപമയെ വിജയിപ്പിക്കാൻ കഴിയുമെന്നായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. പക്ഷേ എല്ലാം കുഴഞ്ഞു മറിഞ്ഞില്ലേ? ഇപ്പൊ എന്താ നിങ്ങളുടെ തീരുമാനം? അനുപമയെ സ്ഥാനാർത്ഥിയാക്കണ്ട എന്നാണോ? സത്യം പറഞ്ഞ സുശീലയെ മാറ്റി അനുപമയെ സ്ഥാനാർത്ഥിയാക്കുമ്പോ ഞങ്ങൾക്ക് വലിയ അഭിമാനമായിരുന്നു മാഷേ. പക്ഷെ ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവം പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കിയിരിക്കുക. നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് അറിഞ്ഞത് ഭാഗ്യം. അതിന് അനുപമ എന്തെങ്കിലും തെറ്റ് ചെയ്തായിട്ട് ഇവിടെ തെളിഞ്ഞിട്ടില്ലല്ലോ പ്രസിഡന്റെ. എന്റെ മകളുടെ പേരിൽ വെറും ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയത്തിൽ ആരോപണമാണ് മാഷേ ശത്രുക്കളുടെ ഏറ്റവും വലിയ ആയുധം. അതുകൊണ്ട് ഞങ്ങൾ അനുപമയെ മാറ്റി ഈ വാസന്തിയെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു. സ്ഥാനാർത്ഥിയെ മാറ്റിയ കാര്യം അനുപമയെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അതറിയിക്കാൻ വേണ്ടി വന്നതാ. നന്ദിയുണ്ട് സാറ്, ഈ വിവരം അറിയിച്ചേനല്ല, എന്നെ മാറ്റിയതിന്. ഇതുപോലൊരു അപകടം ഉണ്ടാവുന്ന സൂചന കിട്ടിയ ദിവസം സ്ഥാനാർത്ഥിയാവാൻ തയ്യാറല്ലെന്ന് പറയാൻ വേണ്ടി ഞാനും ഇന്ദ്രേട്ടനും കൂടെ പാർട്ടി ഓഫീസിൽ വന്നതായിരുന്നു. പക്ഷേ അന്ന് പ്രസിഡന്റിന് എന്നിലുള്ള പ്രതീക്ഷയും വിശ്വാസമൊക്കെ കണ്ടപ്പോ പിന്മാറുകയാണെന്ന് പറയാൻ എനിക്ക് തോന്നിയില്ല. എന്തായാലും ഇന്ന് പ്രസിഡന്റ് തന്നെ ആ ഭാരം എന്റെ തലേന്ന് ഇറക്കി വെച്ച് തന്നല്ലോ, സന്തോഷമുണ്ട്. ആ പിന്നെ പുതിയ സ്ഥാനാർത്ഥിക്ക് എല്ലാ വിജയാശംസകളും. താങ്ക് യു അനുപമ. മാഷേ, മാഷു എന്നെ അനുഗ്രഹിക്കണം. വേണ്ട 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 വാസു. ആദ്യം പോയി നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കും. അതാ വേണ്ടത്. അതാദ്യം ചെയ്യും. അതാ വാസ്തി നല്ലത്. കഴിഞ്ഞ 2 സ്ഥാനാർത്ഥികളെയും മാഷ് അനുഗ്രഹിച്ചതാ. എന്നിട്ട് അവർക്ക് മത്സരിക്കാൻ പറ്റുമോ?